എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ വിശദമായി പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, എങ്ങനെയാണ് റിട്ടയർമെൻറ്റ് ജീവിതം രസകരമാക്കാൻ പറ്റുന്നത്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷേ ഞാൻ വളരെ കുറച്ച് സംക്ഷിപ്തമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാം. ഞാൻ ദൂരദർശനിൽ ജോലി ചെയ്യുന്ന കാലത്ത് വലിയ തിരക്കായിരുന്നു. റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് വളരെ വിരസത തോന്നി. എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആലോചന. ആദ്യമൊക്കെ ഒരു അവധി പോലെയൊക്കെ അങ്ങ് പോയി. പിന്നീട് കുറേ കൂടി വിരസമായി തുടങ്ങിയപ്പം ഏകാന്തത, ഇതൊക്കെ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ചില പരിപാടികളെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫിഷ് ടാങ്ക് മേടിച്ചു. ഫിഷ് ടാങ്കിൽ കുറേ മീനുകളെ നമുക്ക് വളർത്താൻ പറ്റും, അലങ്കാര മത്സ്യങ്ങൾ. അപ്പോൾ ക്ലൗൺ ഫിഷ് അല്ലെങ്കിൽ ഏഞ്ചൽ ഫിഷ്, ഇപ്പം ഇനി ഞാൻ ഇട്ടിരിക്കുന്ന കൂടുതൽ ഗോൾഡൻ ഫിഷാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ അതിന് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി. അതുകൂടാതെ ഒരു ഗപ്പിക്കുളമുണ്ട്. ഈ ഗപ്പിക്കുളത്തിൽ ഒരുപാട് ഗപ്പികളുണ്ട്. അപ്പം വലിയ എന്താ പറയുന്ന ഇനം മീനുകളൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യവസായമാണ് ഗപ്പിയെ വളർത്തുക എന്ന് പറയുന്നത്. അതിൽ നല്ല വരുമാനം കിട്ടും. അപ്പോൾ അതിന് കുറച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. അതിലേക്കൊന്നും പോകില്ല, ഇത് നമുക്ക് നേരം പോകാൻ വേണ്ടിയിട്ടല്ലേ. എങ്കിലും അതിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വിചാരിച്ചു, ഈ പുറത്ത് ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത്, ഈ പ്രകൃതിയെ ഞാൻ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പം ഏത് പ്രശ്നത്തിനും പരിഹാരം പ്രകൃതിയാണ് നമുക്ക് തരുന്നത്. പ്രകൃതിയിലിപ്പോൾ നമുക്കറിയാം, നല്ല കാറ്റ്, നല്ല മേഘം, മഴ, ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. അതുപോലെ പക്ഷികൾ, ഇത്രയും പക്ഷികൾ ഇവിടെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. അതേപോലെ തന്നെ ഒരുപാട് കീരികൾ, പൂച്ച, അങ്ങനെ അതുപോലെ ഉറുമ്പ്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധിച്ചത്, ഉറുമ്പുകൾ പലതരം ഉറുമ്പുണ്ടല്ലോ. ഈ ജോൻ ഉറുമ്പുണ്ട്, കട്ടുറുമ്പുണ്ട്, പിന്നെ നീറെന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. ഈ നീറ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഈ കുടംപുളിയിലൊക്കെ കയറി, മരത്തേലൊക്കെ കയറി കുടംപുളി പറിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിൽ നിന്ന് ഈ നീറിൻ്റെ കൂട് പൊട്ടി മേത്തൊക്കെ വീട് അതിൽ ചാടി ഓടിയതൊക്കെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇവിടെ ഞാൻ ഈയിടെ ശ്രദ്ധിച്ചു, ഈ നീറുകളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു. അവരുടെ ഒരുമ, അവർ വഴക്കൊന്നും ഉണ്ടാക്കാതെയാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ഇലകളൊക്കെ കൂട് കൂട്ടി, അത് നല്ല കൂടാണ്. അപ്പം അവർക്കൊക്കെ എന്തുമാത്രം കഴിവുകളുണ്ട്. വെറും നിസ്സാരമെന്ന് നമ്മൾ കരുതുന്നത് ഈ ഉറുമ്പുകൾ. ഇപ്പം അമേരിക്കൻ എൻറ്റമോളജിസ്റ്റായ ഡോക്ടർ എഡ്വേർഡ് ഒ വിൽസൺ ഈ ഉറുമ്പുകളെക്കുറിച്ച് വലിയ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത്, ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ആഹാരം കണ്ടാൽ, ഇപ്പം നമുക്കറിയാം ഈ അരിയെല്ലാം ചുവന്നോട് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ഒരു ആഹാരം കണ്ടാൽ ഈ ഒരു ഉറുമ്പ് അതിൻ്റെ ശരീരത്തിൽ നിന്നും ഫെറമോൺ എന്ന് പറയുന്ന ഒരു പ്രത്യേക വസ്തു ഉൽപ്പാദിപ്പിക്കും. ഈ മണം കേട്ടറിഞ്ഞാണ് മറ്റ് ഉറുമ്പുകൾ ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹം ഈ ഉറുമ്പുകളെക്കുറിച്ച് ഒരുപാട് പഠനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അതല്ല, എൻ്റെ ഓരോ ദിവസത്തെ ദിനചര്യയെക്കുറിച്ചാണ്. ഇതിപ്പോൾ ഒരു ടാങ്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, വെള്ളം നിറച്ചിട്ടിരിക്കുകയാണ്. സിലോപ്പിയ വളർത്താൻ, നമ്മുടെ കഴിക്കുന്ന മീനുകളെ വളർത്താൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ ഞാനങ്ങ് തുടങ്ങി. അപ്പോൾ വലിയൊരു സന്തോഷമാണിപ്പോൾ. എനിക്ക് ചെറിയ രീതിയിലൊരു ഗാർഡനിങ്ങും ഉണ്ട്, കുറേ പൂക്കൾ. അതിനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് നേരം പോകും. പിന്നെ ഇതുകൂടാതെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. കൂടുതലൊന്നുമില്ല, ചേന, ചേമ്പ്, പിന്നെ പച്ചമുളക്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് കിട്ടുമല്ലോ. ഇത് കൂടാതെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം, നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ കൊടുക്കുകയും ചെയ്യാം. ഈ ജൈവവളം വിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, കാരണം രാസവളമൊന്നും ഉപയോഗിക്കാറേ ഇല്ല. രാവിലെ ഒരു ചായയും പത്രവും വളരെ അത്യാവശ്യം. അത് പണ്ട് മുതലേയുള്ള ശീലമാണ്. അപ്പോൾ ഈ പത്രത്തിൽ ഒരുപാട് വിവരങ്ങൾ നമുക്കറിയാനുണ്ട്. ലോകത്തെക്കുറിച്ച് അറിയാൻ ഇതിലും വലിയ വഴി വേറെ ഏതാണുള്ളത്? ഇന്നിപ്പോൾ TV ഉണ്ട്, സമൂഹ മാധ്യമങ്ങളുണ്ട്. അതൊക്കെ നോക്കും. അതൊക്കെ നോക്കാതെ പറ്റില്ലല്ലോ, കാരണം നമ്മൾ ഏത് വിവരവും സമൂഹ മാധ്യമത്തിലൂടെ അപ്പം തന്നെ അറിയും. അതുപോലെ TV യിലൂടെ അപ്പം തന്നെ അറിയും.
പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ പത്രം വായിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ പത്രം നമുക്കറിയാം, അതുപോലെ ടി വി അങ്ങനെ തന്നെയാണ്. പണ്ടൊക്കെ പരിപാടിക്കിടയിൽ പരസ്യങ്ങളാണെങ്കിൽ ഇപ്പം പരസ്യങ്ങൾക്കിടയിലാണ് പരിപാടികൾ. അതുപോലെ തന്നെയാണ് പത്രത്തിലും. ഇപ്പോൾ പരസ്യങ്ങൾക്കിടയിലാണ് വാർത്തകൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ഫോളോ അപ്പ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരു പത്രത്തിൽ വരുന്ന വാർത്ത മാത്രം വായിച്ചാൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കും. അതുപോലെ തന്നെയാണ് ടി വി. അപ്പോൾ നമ്മൾ കൂടുതൽ ടി വി ചാനലുകൾ കാണണം, അതുപോലെ തന്നെ പത്രങ്ങളും കൂടുതൽ വായിക്കണം. ഒരു 1-2 പത്രം വായിച്ചാലേ നമുക്ക് ഒരു വാർത്തയുടെ നിജസ്ഥിതി അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പത്രം വായിക്കണം. എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മുടെ പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭനുമായിട്ട് ഒരു ദിവസം എനിക്ക് ഒരു അരമണിക്കൂർ ഒരു റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ സംസാരിക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പത്രം വായിച്ചാൽ പരസ്യങ്ങളടക്കം വായിക്കും. ഇപ്പോൾ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ ഏത് പരസ്യമായാലും ശരി, അത് അടക്കം ഞാൻ വായിക്കും. എനിക്കത് വലിയൊരു അനുഗ്രഹമായി തോന്നി. കാരണം എന്താ വെച്ചാൽ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ കുട്ടികൾ, ഈ ഇപ്പോഴത്തെ യുവാക്കൾ അറിയാൻ വേണ്ടി പറയാം, ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പത്രത്തിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് പത്രം വായന എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നിർത്തരുത്. ഞാൻ ഇതുപോലെ വേറൊരു കാര്യം എനിക്കുണ്ട്, പണ്ടുപോലെയുള്ളതാണ്. പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒക്കെ ഞാനിങ്ങനെ വെട്ടി സൂക്ഷിക്കും. അപ്പോൾ ഇന്ന് ഞാനെടുത്ത് നോക്കുമ്പോൾ ഇത്ര കെട്ട് പത്ര കട്ടിങ്സ് ഉണ്ട്. യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, റിസർച്ചിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പത്ര കട്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇന്നും നടക്കാൻ വരുന്നത് ഈ മ്യൂസിയത്തിൻ്റെ പരിസരത്താണ്. ഈ മ്യൂസിയം എന്ന് പറയുന്നത് നേപ്പിയർ മ്യൂസിയം എന്ന് പറയുന്നത് മുമ്പ് മദ്രാസ് ഗവർണറായിരുന്ന, ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് ഗവർണറായിരുന്ന ജോൺ നേപ്പിയറിൻ്റെ പേരിലാണ് ഈ മ്യൂസിയം. വളരെ വാസ്തുവിദ്യാപരമായിട്ടും വളരെ ഭംഗിയുള്ള ഒരു മ്യൂസിയമാണ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കാണാനായിട്ട്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കേണ്ട ഒരുപാട് മ്യൂസിയത്തിൽ നടക്കാൻ വരുന്നത്. നല്ല അന്തരീക്ഷമായതുകൊണ്ട് നമുക്ക് ഒരുപാട് പക്ഷികൾ, അതേപോലെ ഒരുപാട് പൂക്കളൊക്കെ കണ്ട് നടക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ. അപ്പോൾ എന്നും നടക്കാൻ പറ്റും, അതൊരു ദിനചര്യയാണ്. അപ്പോൾ നടക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞു, നമുക്കത് കൊളസ്ട്രോൾ കുറയ്ക്കും. അതേപോലെ തന്നെ നമുക്ക് വ്യായാമം, നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, എന്നും നടന്നാൽ മതി 1.5 കിലോമീറ്റർ. അപ്പോൾ ഇത് ഈ മ്യൂസിയത്തിൻ്റെ ചുറ്റും നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോമീറ്റർ ആവും. ഒരു 2 റൗണ്ട് ഞാൻ കൂട്ടി പറഞ്ഞതാണ്. എന്നാലും അപ്പം ഈ മ്യൂസിയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ള ഒരു സൂ തൊട്ടപ്പുറത്തുണ്ട്. രവിവർമ്മ ആർട്ട് ഗാലറി ഉണ്ട്. ഇങ്ങനെ പലതരത്തിലും നമുക്ക് രസകരമായ അനുഭവം തരുന്നതാണ് ഈ മ്യൂസിയം. ഇനി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാം. എന്താ അതിലൊക്കെ കണ്ടൻറ്റ് എന്ന് ചോദിച്ചാൽ കൂടുതലും ട്രാവലോഗ്സാണ്. ഈ യൂട്യൂബിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ ട്രാവൽ സീരീസൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇനിയും കൂടുതൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഈ യാത്രാനുഭവങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. മറ്റ് കാര്യങ്ങളും ഞാൻ ഇടാറുണ്ട്. അതായത് ഇപ്പം ലോക പ്രശസ്ത കഥകളെക്കുറിച്ച്, അതേപോലെ തന്നെ നാട്ടുരുചികളെക്കുറിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ ഈ യാത്രകളിൽ കൂടെ അതൊക്കെ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയും. അപ്പോൾ 1985 ഒക്ടോബറിലാണ് ഞാൻ ദൂരദർശനിൽ പ്രൊഡ്യൂസറുടെ സഹായിയായിട്ട് തുടങ്ങിയത്. അന്ന് ഒരുപാട് പരിപാടികളിൽ, മീൻസ് വീഡിയോ പരിപാടികളുടെ സംവിധാനത്തിൽ സഹായമായിട്ട് വർത്തിക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ തന്നെ ഒരു ദിവസം പോലും നമുക്ക് അവധിയില്ലാതെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സിംഗിൾ ക്യാമറ, അത് ഒരു ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്ന പരിപാടികൾ, അത് ന്യൂസ് ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട്,
അതുപോലെ തന്നെ ഫിക്ഷൻ, അതായത് കഥ, സീരിയൽ, ടെലിഫിലിം, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്. ഇതുകൂടാതെ ഒന്നിൽ കൂടുതൽ ക്യാമറ, അതായത് മൾട്ടി ക്യാമറ പ്രൊഡക്ഷൻസ്, അത് സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഒരുപാട് പ്രോഗ്രാംസ്. അതേപോലെ തന്നെ പുറത്ത് ഈ മൾട്ടി ക്യാമറ ഉപയോഗിച്ചുള്ള ലൈവ് പ്രോഗ്രാംസ്, തത്സമയ പ്രോഗ്രാംസ്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്തു, ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുത്തു, സംവിധാനം ചെയ്തു. ഇങ്ങനെ പിന്നീട് പ്രോഗ്രാം എക്സിക്യൂട്ടീവായി മാറി. ഇങ്ങനെയുള്ള ഒരുപാട് ജീവിതാനുഭവങ്ങൾ എനിക്കുണ്ടായി. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം പറയുകയാണെങ്കിൽ കസവുതീരം എന്നതിൻ്റെ പേര്. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ നടന്ന് കവർ ചെയ്ത് അതിനെ ഷോർട്ട് ഡോക്യുമെൻ്ററികളാക്കി, 3 to 5 minutes ഡോക്യുമെൻ്ററികളായി ന്യൂസിന് തൊട്ടു. അങ്ങനെയായിരുന്നു അത്. തുടർച്ചയായി 5 വർഷം ആ പ്രോഗ്രാം ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്രയോട് വലിയ ഇഷ്ടമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് ലോകം എന്ന യൂട്യൂബ് ചാനലിലും കൂടുതൽ ട്രാവലോഗ്സ് ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നത്. ഞാൻ തന്നെ സംവിധാനം ചെയ്ത കുറച്ച് പരിപാടികൾക്ക് സംസ്ഥാന ദേശീയ അംഗീകാരം കിട്ടിയത് എനിക്ക് വലിയ ഇൻസെൻറ്റീവായിരുന്നു. അതിലൊക്കെ ഉപരി ഒരുപാട് വ്യക്തികളെ, സമൂഹം ആദരിക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നത്. വളരെ കുറച്ച് ഫോട്ടോസേ ഞാനിപ്പോൾ കാണിക്കുന്നുള്ളൂ. അവരുമായിട്ട് എനിക്ക് ഏറെ ഹൃദയബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോഴും ബന്ധമുള്ളവരുണ്ട്. അവരുമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ വേറൊരവസരത്തിൽ പറയാം. ജീവിതാനുഭവങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത്. ഇത് എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ കെ ശ്രീകുമാറാണ്. ഞങ്ങൾ ഒരുമിച്ച് ദൂരദർശനിൽ സഹപ്രവർത്തകരായിരുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് ട്രെയിനിങ്ങിന് പോയി. ഞങ്ങൾ മറ്റ് ഫ്രണ്ട്സുമായിട്ട് അന്ന് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോയി. അതൊക്കെ നല്ല രസകരമായ അനുഭവങ്ങളായിരുന്നു. അദ്ദേഹം ഒരു വലിയ സംവിധായകനാണ്, അതേപോലെ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം വളരെ എക്സ്പേർട്ടാണ്. ഈ എഡിറ്റിംഗ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ രാവിലെ ഈ തിരക്കുകളെല്ലാം കഴിഞ്ഞാൽ പിന്നെ അതിലേക്കാണ് പോകുന്നത്. അതിൻ്റെ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഉച്ചവരെ അത് ചെയ്യും. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് ബ്ലോഗ് ലോകത്തിൽ എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. പ്രത്യേകിച്ചും എങ്ങനെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് രസകരമാക്കാൻ പറ്റും. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഞാനൊരു ഗപ്പിക്കുളമുണ്ട്, അതേപോലെ തന്നെ ഒരു എന്താ പറയുന്നത് ഫിഷ് ടാങ്കുണ്ട്. ഇപ്പോൾ പുതുതായിട്ടൊരു ഫിഷ് ടാങ്ക് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കഴിക്കുന്ന മീനുകളെ വളർത്താൻ. ഇതിനിടയ്ക്ക് കുടുംബവിശേഷം പറഞ്ഞില്ലല്ലോ. ശ്രീമതി ജി ലേഖ കഴിഞ്ഞ 25 വർഷമായി തിരുവനന്തപുരം വഞ്ചിയൂർ കോർട്ടിൽ അഡ്വക്കറ്റാണ്. കൂടാതെ നോട്ടറിയുമാണ്. മകളും മകനും സണ്ണിലോയും അവരവരുടെ ജോലികളുമായി തിരക്കിലാണ്. കൊച്ചുമകൻ നിഹാൽ ആനന്ദിന് 2 വയസ്സാകുന്നതേയുള്ളൂ. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. അമ്മ അവരോടൊപ്പം കോട്ടയത്താണ്. കിട്ടുന്ന സമയത്തൊക്കെ ലൈബ്രറി പോകും. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ സെൻട്രൽ ലൈബ്രറി ഉണ്ട്, അതേപോലെ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട്. ഇപ്പോൾ റിട്ടയറിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തത്.
സെൻട്രൽ ലൈബ്രറിയിൽ പണ്ടേ ഉണ്ട്, പണ്ട് പബ്ലിക് ലൈബ്രറി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ മിക്കവാറും പോകും. കാരണം നമുക്ക് മാസികകളൊക്കെ ഒരുപാട് വായിക്കാൻ പറ്റും. പത്രങ്ങൾ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ പത്രങ്ങൾ അവിടെ പോയി വായിക്കാൻ പറ്റും. പിന്നെ പുസ്തകങ്ങൾ എടുക്കും. അപ്പം ലൈബ്രറിയിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരുന്ന് വായനയാണ്. വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പുസ്തകങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ ഇത് കുറേയധികം വാങ്ങിച്ചതാണ്. അന്നൊക്കെ വാങ്ങിക്കുകയുള്ളൂ, വായിക്കാറില്ല. പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ സുഹൃത്തുക്കൾ വഴിയും എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാർ വഴിയും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അവരെനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം എന്നുണ്ട്. അത് ഇപ്പോൾ സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. ഒരു 10 മണി വരെ ഇരുന്ന്, രാത്രി 10 മണി വരെ ഇരുന്ന് വായിക്കും. ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ് കേട്ടോ. ഇപ്പോൾ രാത്രി 10 മണി, ഇപ്പോഴാണ് ഞാനിതൊക്കെ എഴുതുന്നത്. ഇപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് ടെലിവിഷൻ പാഠങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം. നമ്മുടെ കുട്ടികൾക്ക്, മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ഗുണപ്രദമായ ഒരു പുസ്തകമായിരിക്കും. ടെലിവിഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ മുമ്പൊരിക്കൽ ദൃശ്യഭാഷ എന്ന് പറയുന്ന ഒരു പുസ്തകം ചെയ്തായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1985 ഒക്ടോബറിലാണ് ഞാൻ ദൂരദർശനിൽ ജോലിക്ക് ചെന്നത്. അന്ന് എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് നമുക്കൊരു യാതൊരു ഐഡിയയും ഇല്ലാത്തൊരു കാലം. കാരണം മാതൃകകളൊന്നുമില്ല. ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ചാനലുകളുണ്ട്, മാതൃകകളുണ്ട്. അന്ന് ഞങ്ങൾക്ക് മാതൃകകളൊന്നുമില്ല. പിന്നെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ്ങിന് പോയി. അവിടെ വെച്ച് അവിടുത്തെ ലൈബ്രറിയിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫിലിം സ്ക്രീനിങ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് തയ്യാറാക്കി എഴുതിയതാണ് ഈ ദൃശ്യഭാഷ എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ വേറൊരു പുസ്തകം കൂടെ ചെയ്തായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ടെലിവിഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ടെലിവിഷൻ പ്രോഗ്രാം നിർമ്മാണം, പ്രായോഗിക സമീപനങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു 3ാം ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ടെലിവിഷൻ പാഠങ്ങൾ. ഇത് തന്നെ വളരെ സംക്ഷിപ്തമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് സാമൂഹ്യ മാധ്യമങ്ങൾ, ഇന്നത്തെ കാലത്തെ മാധ്യമങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, ഇന്നത്തെ പ്രവണതകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം, ടെലിവിഷനും കുട്ടികളും എന്ന് പറഞ്ഞിട്ട് ബാലസാഹിത്യം വേണ്ടി. ഇത് രണ്ടുമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ മുൻപ് ഞാൻ 6 പുസ്തകങ്ങൾ ചെയ്തു. അതിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് കഥകളായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കഥകൾ എഴുതുമായിരുന്നു. അങ്ങനെ ഒരു കഥാ സമാഹാരം ഇറങ്ങി, കയ്പും മധുരവും കലർന്ന് എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ നാട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് പെരുമ്പടവം സാറിൻ്റെ നാട്. അപ്പം സാറാണ് ഇതിന് അവതാരിക എഴുതുന്നത്. പിന്നെ കോട്ടയത്താണ് ഞാൻ പഠിച്ചതും വളർന്നതും. കോട്ടയത്താണല്ലോ കാരൂർ സാറ് ഉണ്ടായിരുന്നത്, കാരൂർ നീലകണ്ഠപിള്ള. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ അദ്ദേഹത്തെക്കുറിച്ചൊരു ജീവചരിത്രം എനിക്ക് എഴുതാൻ പറ്റി. കാരൂർ നീലകണ്ഠപിള്ള ജീവചരിത്രം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഏറ്റവും ഒടുവിലായിട്ട് പ്രസിദ്ധീകരിച്ചത് മഹാരണ്യം എന്ന് പറയുന്ന ഒരു നോവലാണ്. ഒരു നോവൽ എഴുതിയിട്ടുള്ളൂ. അത് സാഹിത്യപ്രവർത്തക സഹകരണ സംഘമാണ് പ്രസിദ്ധീകരിച്ചത്. അത് കാരൂർ സ്മാരക നോവൽ മത്സരം ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. അതിൽ സമ്മാനം കിട്ടിയില്ല, പക്ഷേ ആ പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചു. പിന്നൊരു പുസ്തകം ഇതാണ്, മഹർഷി കഥകൾ എന്ന് പറഞ്ഞിട്ട്. അതായത് വേദിക് കോൺട്രിബ്യൂഷൻസ്, വേദങ്ങളെക്കുറിച്ചും അതേപോലെ ഒരുപാട് ദർശനങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവ് നമുക്ക് നൽകിയ മഹർഷിമാരെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് മഹർഷി കഥ. ഇതും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇങ്ങനെ ചില എഴുത്തുകൾ ഞാൻ നടത്തുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ഞാൻ കാണിച്ചതിലൂടെ എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ സന്തോഷങ്ങളെക്കുറിച്ചാണ്. പലർക്കും പലതാണല്ലോ സന്തോഷം. റിട്ടയർ ചെയ്ത് ചിലർ വീട്ടിലെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് സന്തോഷമായിട്ടിരിക്കും. ചിലർ വേറെ ജോലി കണ്ടെത്തി പോകുന്നവരുണ്ടാവും. എന്തൊക്കെയായാലും ശരി, നമ്മുടെ സന്തോഷമാണ് പ്രധാനം. സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് നമുക്ക് പോസിറ്റീവ് എനർജി തരും. അല്ലാതെ വെറുതെ വീട്ടിലിരിക്കരുത്. നമുക്ക് ആരോഗ്യം, അതേപോലെ തന്നെ സന്തോഷം, മനസ്സിന് സന്തോഷം, ശരീരത്തിന് ആരോഗ്യം, ഇതൊക്കെ ഉണ്ടാവാൻ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.